എല്ലാവർക്കും സ്പിരിച്വാലിറ്റി 777 എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാര്യസാധ്യത്തിന് ഭഗവതിക്ക് ചെയ്യാവുന്ന ഏറ്റവും പവർഫുള്ളും ഏറ്റവും ഉചിതമായൊരു വഴിപാടിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മൾ ദേവി, ഭഗവതി, ഭദ്രകാളി എന്നീ സങ്കല്പങ്ങളുള്ള അമ്പലങ്ങളിൽ പോയിട്ട്, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിൽ പോയിട്ട് ചെയ്യാവുന്ന ഒരു വഴിപാടാണ്. പൂർണ്ണ വിശ്വാസത്തോടെയും പൂർണ്ണ ആത്മാർത്ഥതയോടെയും കൂടെ ഈ ഒരു വഴിപാട് ചെയ്യുക. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ദേവിക്ക് മധുരം കൊടുക്കുക എന്നുള്ളത്. മധുരം, അതായത് കടുംമധുരം പായസം നമ്മൾ വഴിപാട് ചെയ്യാറുണ്ട് ദേവിക്ക്. എന്തുകൊണ്ടാണ് നമ്മൾ കടുംമധുര പായസം നമ്മൾ ചെയ്യുന്നത്? ദേവിക്ക് ഇഷ്ടമാണ് മധുരം കഴിക്കുന്നത്, അല്ലേ? ദേവിക്ക് ഭയങ്കര ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ഈ പായസം, കടും പായസം നമ്മൾ നേദിക്കുക എന്നുള്ളത്. പക്ഷേ അതിലും ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. അതിലും ഇഷ്ടമുള്ള ഒരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വഴിപാടാണ് ശർക്കര കൊടുക്കുക. അതായത് നമ്മൾ ഒരു 3-4 ശർക്കര ദേവിക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ ആ ശർക്കരയാണ് അന്ന് വൈകിട്ട് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കടും പായസത്തിന് എടുക്കുന്നത്. ആ ശർക്കരയും എടുക്കും. അപ്പോൾ ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടും പായസത്തിലേക്കുള്ള ശർക്കരയുടെ ചെറിയൊരു പങ്ക് നമ്മൾ ദേവിക്ക് കൊടുക്കുന്നു. നിങ്ങൾ അടുത്തുള്ള ഏത് അമ്പലത്തിലും ചെയ്യാം. ഇത് നിങ്ങളൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണതെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചെയ്തു തുടങ്ങുക. അടുപ്പിച്ച് 7 വെള്ളിയാഴ്ച കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ അടുപ്പിച്ച് 7 ചൊവ്വാഴ്ച കറക്റ്റ് ചെയ്യുക. മനസ്സിലായോ? ചൊവ്വാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 7 ചൊവ്വാഴ്ച കറക്റ്റ് ചെയ്യണം. വെള്ളിയാഴ്ച ആണെങ്കിൽ കറക്റ്റ് 7 വെള്ളിയാഴ്ച ചെയ്യുക. സ്ത്രീകൾക്ക് ഇപ്പോൾ അതിനിടയിലുള്ള പീരീഡ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ അത് കൊടുത്തു വിടാം. ഭഗവതിക്ക് ഇങ്ങനെ സമർപ്പിക്കണം നമ്മുടെ പേരിൽ എന്നുള്ളത് അങ്ങനെ കൊടുത്തു വിടാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ആഴ്ച തൊട്ട്, നിങ്ങളുടെ പീരീഡ്സ് എന്നാണോ നിൽക്കുന്നത് അതിൻ്റെ അടുത്ത ആഴ്ച തൊട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മുടങ്ങിപ്പോയല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആരുടെയെങ്കിലും കയ്യിൽ ശർക്കര മേടിച്ച് കൊടുത്തു വിടാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അശുദ്ധീകരിക്കുന്നതാണ്, അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴിഞ്ഞിട്ട്, നിങ്ങളുടെ ഈ അശുദ്ധിയുടെ ആ ഒരു കാലഘട്ടം, പീരീഡ്സിൻ്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് ചീട്ടാക്കേണ്ട കാര്യമൊന്നുമല്ല. അങ്ങനത്തെ ഒരു വഴിപാടല്ല കേട്ടോ ഇത്. അത് അമ്പലത്തിൽ നോട്ടീസ് ബോർഡിൽ കാണുന്ന ഒരു വഴിപാടല്ല. നമ്മൾ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കടുംമധുരം എന്ന് പറഞ്ഞ വഴിപാടിലേക്ക് നമ്മുടെ ശർക്കര, അതായത് നമ്മുടെ ഒരു വിഹിതം, അതിലേക്കുള്ളൊരു ശർക്കര നമ്മൾ കൊടുക്കുന്നു. ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു വഴിപാടാണ് ശർക്കര നീതിക്കുക എന്നുള്ളത്. ശർക്കര ഒരുപാട് നിങ്ങൾക്കതങ്ങനെ ചിലവർ അത്രയും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യം നടക്കും. എൻ്റെ അമ്മയൊക്കെ അത് ചെയ്യാറുണ്ട്. അത് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളൊരു ആഗ്രഹസാധ്യത്തിന് വേണ്ടി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമുക്ക് ദേവിക്ക് ഇഷ്ടപ്പെട്ടൊരു വഴിപാട് അത് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. അതിൽ കൂടുതൽ നമ്മൾ ആലോചിക്കൊന്നും വേണ്ട. അതിപ്പോൾ നിങ്ങൾ കാര്യസാധ്യത്തിനായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൊവ്വ വെള്ളി എന്നുള്ള ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂഷ്വലി എല്ലാവരും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ദേവിക്ക് ഇത് കൊടുക്കുന്നത്. പക്ഷേ അതല്ലാത്തവർക്കും അത് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ നടക്കാനൊന്നും ഇല്ലെങ്കിലും നമ്മൾ വെറുതെ, ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഞാനിത് ചെയ്യാറുണ്ട്. കാരണം കൂടി വന്നാൽ അതിന് 4 ശർക്കരയാണ് ദേവിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതിപ്പം നമ്മുടെ സമയവും കാലഘട്ടവും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യുക. നമ്മൾ ആ വിളക്ക്, നമ്മൾ യൂഷ്വലി എല്ലാ അമ്പലങ്ങളിലും പോയി നമ്മൾ നെയ്വിളക്ക് നേരാറില്ലേ, അതുപോലെ തന്നെ വിളക്ക് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിന് പകരം നമ്മളിത് ചെയ്താൽ മതി. ഡബിൾ പവറാണ്. മനസ്സിലായോ? കാരണം അതൊന്നും നമ്മളിങ്ങനെ ഒന്നിരുന്ന് ആലോചിച്ചാൽ മതി. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടും പായസത്തിലേക്കുള്ള ശർക്കര നമ്മൾ ദേവിക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ ദേവി അത് കഴിക്കുന്നത് നമ്മുടെ ഒരു വിഹിതം കൂടി അതിനകത്ത് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് വയ്ക്കുക. നിങ്ങളൊന്നില്ലെങ്കിൽ നിങ്ങൾ ആ പാക്കറ്റ്, ഞാൻ യൂഷ്വലി ശർക്കര മേടിച്ച് ആ പാക്കറ്റ് അങ്ങനെ തന്നെയാണ് വെക്കാറ് പതിവ്. ചിലർ ഇലയിലൊക്കെ വെക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമായിട്ട് വരും. അതൊക്കെ ഓരോരുത്തരുടെ യുക്തിപരം പോലെ ചെയ്യുക. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതിനൊരു ഉത്തരം തരണേ എന്ന് പ്രാർത്ഥിക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ലതല്ലേ വരുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവതിക്ക് സമർപ്പിക്കുക. നിങ്ങൾ രാവിലെയാണ് ഇത് കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് രാത്രിയിലത്തെ അത്താഴ പൂജയ്ക്ക് അത് എടുക്കും. വൈകിട്ട് നിങ്ങൾ കൊണ്ട് കൊടുത്താൽ പിന്നെ നമ്മളതൊന്നും എടുക്കില്ല. പിന്നെ പിറ്റേ ദിവസത്തേക്കാണ് എടുക്കുക. പിന്നെ പിറ്റേ ദിവസത്തേക്കാണല്ലോ വേണ്ടത്. അങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.